Hey guys, it's Sandra. ഞാൻ ഈ ഇടയ്ക്ക് പിൻട്രസ്റ്റിൽ ഒരു വാൾ ഹാങ്ങിങ് കണ്ടു. അതെന്താ വെച്ചാൽ മൂണിൻ്റെ പല പല ഫേസസ് വെച്ചിട്ടൊരു വാൾ ഹാങ്ങിങ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ആമസോണിലും എറ്റ്സിയിലും സെയിലിനുണ്ടായിരുന്നു. പക്ഷെ അത് $5 സംതിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി നമുക്കതിനെ DIY ചെയ്യാമെന്ന്. സോ ഇഫ് യു വോണ്ട് ടു നോ ഹൗ ടു മേക്ക് ഇറ്റ് ദെൻ പ്ലീസ് കീപ്പ് ഓൺ വാച്ചിങ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ നോട്ട്ബുക്കിൻ്റെ ഹാർഡ് കവറാണ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബേസിക് സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ നമുക്ക് 5 വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും വേണം. അപ്പോൾ ഞാനിവിടെ എടുത്ത പോലെ എന്തെങ്കിലും റൗണ്ട് ഒബ്ജക്റ്റ് എടുത്തിട്ട് 5 സർക്കിൾ വരയ്ക്കുക. പിന്നെ കോമ്പസ് യൂസ് ചെയ്തിട്ട് ഒരു ചെറിയ സർക്കിളും വരയ്ക്കുക. ഇനി നമുക്ക് മൂണിൻ്റെ ഓരോ ഫേസ് ആയിട്ട് വരയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഷേപ്പാണ് വരയ്ക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ നേരത്തെ സർക്കിൾ വരയ്ക്കാൻ ഉപയോഗിച്ച അതേ സാധനം കുറച്ച് താഴേക്ക് വെച്ചിട്ട് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ചെറിയ ക്രസൻറ്റ് പോലെ കിട്ടും. നമ്മുടെ അടുത്ത ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനു വേണ്ടി നമ്മൾ കുറേ കൂടെ താഴേക്ക് വയ്ക്കുക. അപ്പോൾ ഒരു വലിയ ക്രസൻറ്റ് കിട്ടും നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്രസൻറ്റ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം അത് ഒന്നും കൂടെ ട്രേസ് ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ 2 ക്രസൻറ്റും 2 എണ്ണം വെച്ച് വേണം. രണ്ടാമത്തെ ക്രസൻറ്റിലും ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് എല്ലാ ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ 12 പീസസ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് വേണ്ടതൊരു ട്വൈനാണ്. സാധാ ത്രെഡ് എടുക്കാതെ കുറച്ച് കട്ടിയുള്ള ട്വൈൻ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഇത് നിൽക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ട ലെങ്ത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിക്കാം. ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാ ഷേപ്പും ഒട്ടിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം ഡ്രൈ ആവാൻ വെക്കണം. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് കളറിംഗ് ആണ്. ഞാനിവിടെ സ്പ്രേ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. I hope you guys liked what you saw. If you do, then please like, comment and subscribe. Thank you so much for watching.